വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരുവെന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഓർമ്മിക്കുക, വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ ഓർമ്മദിനമായ ഇന്ന് ആ വിശുദ്ധന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒന്നോർക്കാം. ക്രിസ്തുവിന് 60 വർഷങ്ങൾക്കു ശേഷം മരണപ്പെട്ട ഈ വിശുദ്ധൻ യോനായുടെ മൂത്തപുത്രനും പത്രോസ് ശ്ലീഹായുടെ ജ്യേഷ്ഠനുമാണ്. ഗലീലിയിൽ ബെസ്തൈദ എന്ന സ്ഥലത്ത് ജനിച്ചു. അന്ത്രയോസും പത്രോസും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായി ജീവിതം ആരംഭിച്ചു. പിന്നീട് 2 പേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി. സുവിശേഷങ്ങളിലുള്ള അപ്പസ്തോലന്മാരുടെ പട്ടികയിലെല്ലാം 1-ാമത്തെ പേര് പത്രോസിന്റെയും തൊട്ടടുത്ത പേര് അദ്ദേഹത്തിന്റെ സഹോദരനായ അന്ത്രയോസിന്റെയുമാണ്. ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ പിറകിൽ ആരും അറിയപ്പെടാതെ വളരെ ശാന്തനായിരുന്നു അദ്ദേഹം. വേദപുസ്തകത്തിൽ അന്ത്രയോസ് ശ്ലീഹായുടെ ചരിത്രം വളരെ കുറച്ചു മാത്രമേയുള്ളൂ. ഒരു ദിവസം ഈശോയോടുകൂടി താമസിച്ചതിനു ശേഷമാണ് അന്ത്രയോസ് ഈശോയുടെ ശിഷ്യനായത്. അനന്തരം അദ്ദേഹം അനുജനെ കണ്ടപ്പോൾ, ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. അന്ത്രയോസ് ശിമയോനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. വിജന സ്ഥലത്തു വെച്ച് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ആലോചിച്ചപ്പോൾ ഫിലിപ്പ് അത് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലന്റെ അടുക്കൽ 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. എങ്കിലും അതുകൊണ്ട് എന്താകാനാണ്? എന്നാലും അന്ത്രയോസ് യേശുവിൽ പ്രതീക്ഷ വെച്ചുവെന്ന് തോന്നുന്നു. പെന്തകുസ്തായ്ക്ക് ശേഷം അന്ത്രയോസ് കപ്പദോനിയ, ഗലാത്തിയ, ബിഥീനിയ, സിത്തിയ, റഷ്യ, ബിസാൻസിയ, ത്രേയീസ്, മാസെഡോണിയ, തെസ്ലി, അക്കായ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അക്കായയിൽ പാത്ര എന്ന സ്ഥലത്തു വെച്ച് അന്ത്രയോസിനെ ആദ്യം പ്രഹരിക്കുകയും അതിനുശേഷം എക്സ് പോലെ ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും ചെയ്തു. കുരിശിൽ കിടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിന്റെ അവയവങ്ങളാൽ പൗത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ, എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? ഇതാ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ. 2 ദിവസം ജീവനോടെ അദ്ദേഹം കുരിശിൽ കിടന്നു. അടുത്തു വന്നിരുന്നവരോട് തന്റെ പീഡകൾ കുറയ്ക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നമുക്കും വിശുദ്ധ അന്ത്രയോസിന്റെ സഹന വഴികളും വിശ്വാസ ജീവിതവും മാതൃകയായി സ്വീകരിച്ച് ആ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിൻ അതിർത്തികൾ താണ്ടിടാം. സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ, സാമുവേലെ പോലെ ഞാൻ നിൻ വിളി
ഇന്നാവു നിന്നാവു പോലാകാം ഈ കൽവലാൽ ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ ഇന്നാവു നിന്നാവു പോലാകാം ഈ കൽവലാൽ ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ. യേശയ്യ കണ്ടൊരാ ദർശനം, എസക്കിയേൽ കണ്ടൊരാ ദർശനം, യെശയ്യാ കണ്ടൊരാ ദർശനം, എസക്കിയേൽ കണ്ടൊരാ ദർശനം. സ്വർഗീയ ദർശനം കാണുവാൻ എന്നക കണ്ണു തുറക്കണമേ. സ്വർഗീയ ദർശനം കാണുവാൻ എന്നക കണ്ണു തുറക്കണമേ. സ്വർഗീയ കാന്തനെ കാണുവാൻ ആത്മാവാൽ എന്നെ നയിക്കണമേ. സ്വർഗീയ കാന്തനെ കാണുവാൻ ആത്മാവാൽ എന്നെ നയിക്കണമേ. ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ ഇന്നാവു നിന്നാവു പോലാകാം ഈ കൽവലാൽ ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ. ആത്മാവാൽ ഞാൻ നിറഞ്ഞിടട്ടെ, ആത്മീയ ഭാഷ ഉതിരട്ടെ. ആത്മാവാൽ ഞാൻ നിറഞ്ഞിടട്ടെ, ആത്മീയ ഭാഷ ഉതിരട്ടെ. ജെറമിയ ചൊന്ന വചനം പോൽ എന്നാവു നിന്നാവായി മാറട്ടെ. ജെറമിയ ചൊന്ന വചനം പോൽ ഇന്നാവു നിന്നാവായി മാറട്ടെ. സുവിശേഷമെങ്ങും ഘോഷിക്കാൻ എന്നാവു നിന്നാവായി മാറട്ടെ. സുവിശേഷമെങ്ങും ഘോഷിക്കാൻ എന്നാവു നിന്നാവായി മാറട്ടെ. ഞാൻ നിനക്കായി പോയിടാം, ലോകത്തിൻ അതിർത്തികൾ താണ്ടിടാം. സുവിശേഷമെങ്ങും പ്രഘോഷിക്കാം, നീ എന്നെ അയച്ചാലും നാഥ. ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ ബാലനാം സാമുവേലെ പോലെ ഞാൻ നിൻ വിളി കേട്ടുണർന്നിടുമ്പോൾ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ ഇന്നാവു നിന്നാവു പോലാകാം ഈ കൽവലാൽ ഇന്നാവിനെ ശക്തീകരിച്ചിടൂ ദൈവമേ സദ്വചനങ്ങൾ ഉതിർത്തിടുവാൻ ഇന്നാവു